ഈയിടെ വീട്ടിൽ ചെന്നപ്പം പോലെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വീട് മാറിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോക്കും വരവും ഒന്നും നടന്നില്ല, വീട് കാണാനൊന്നും വരാനോ ഒന്നും ഒത്തില്ലെന്ന് കേട്ടോ. എനിക്കും അങ്ങോട്ട് പോകാനും പറ്റിയില്ല, ജ്യോതിക്ക് വിശേഷമാണെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് പോകാനുള്ള സൗകര്യം ഒത്തില്ല കേട്ടോ. ഓരോരോ തിരക്കുകൾ പെട്ട് നീണ്ട് അവസാനം 7-ാം മാസത്തിലെ ചടങ്ങിനായി പോയി അവളെ കാണാൻ ചെന്നത്. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്കൊന്ന് വീട്ടിൽ അവളുടെ അടുത്ത് കാണാൻ ചെല്ലണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എന്നെ ജിജി ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വെള്ളിയാഴ്ച പോകാം, അവളുടെ അടുത്തൊന്ന് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ ജ്യോതി വിളിച്ചപ്പോഴത്തേക്കിനും ജ്യോതി പറഞ്ഞു, എടി വെള്ളിയാഴ്ച ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാൻ ജിജി ചേച്ചിനെയും കൂട്ടിയിട്ട്. അവൾക്കിനിപ്പോൾ 7-ാം മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ കുറേ കുഞ്ഞിനുള്ള തുണിയൊക്കെ സൈഡ് അടിക്കാനൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് തുണികൾ. അപ്പോൾ എല്ലാം കൂടി അവിടെ അമ്മ അടിക്കുന്നതാണ്, അപ്പം എല്ലാം കൂടെ അടിക്കാൻ പാടായിരിക്കുമല്ലോ, അമ്മയാണേലും ജോലിക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കുറച്ച് ഞാൻ അടിക്കാം, നീ ഇപ്പം ഇങ്ങോട്ട് വരണ്ട, യാത്രയൊക്കെ പാടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പേട്ടയിലെങ്ങാനും കൊണ്ടുവന്നിട്ട് ഏട്ടയുടെ കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞേ. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലടി ഞാനും വരുന്നുണ്ട്, വീടൊന്നും കണ്ടില്ലല്ലോ, ഇവിടെ ഇരുന്നിരുന്നായാലും ഞാനും അടുത്തു, വല്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നീയും പോരെ, ഈ ആഴ്ച ആണെങ്കിൽ ഞാൻ ഫ്രീ, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഇന്നലെ വൈകിട്ട് ചേച്ചിയും ജ്യോതിയും കൂടി ഇന്ന് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇടിപിടി എന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് ഞാൻ വെളുപ്പിനെ പെരയ്ക്കാകും എല്ലാം അടിച്ച് തുടച്ച് ഫുള്ള് ക്ലീനൊക്കെ ആക്കി അത്യാവശ്യം പണിയൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ. വെളുപ്പിനെ മുറ്റമൊക്കെ തൂത്ത് എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ആക്കിയെല്ലാം ഇട്ടു കേട്ടോ. വീട്ടിലോട്ട് ആരെങ്കിലും വരുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോണക്കാണ്, എനിക്ക് നമ്മുടെ വീട് വൃത്തിയല്ലാതെയാണോ കിടക്കുന്നത്, അവർ വരുമ്പോഴത്തേക്കിനും അവർക്കൊരു ഹെസിറ്റേഷൻ ആകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളുപ്പിന് എണീറ്റ് ഫുള്ള് ക്ലീനിങ് എല്ലാം പരിപാടികളെല്ലാം ചെയ്തു കേട്ടോ. ടോയ്ലറ്റൊക്കെ കഴുകി. അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ച്, നിങ്ങൾക്ക് എന്നെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, വരുവാണെങ്കിൽ തന്നെ സ്പെഷ്യൽ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് നാട്ടുകറികൾ കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് നീ വീഡിയോയിൽ ഉണ്ടാക്കുന്ന പോലെ താള് തോരനോ ചക്കക്കുരുവോ പൊടിമീൻ വറുത്തോ ഒക്കെ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് മീനൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ കഴിഞ്ഞ ദിവസത്തെക്കൂട്ട് കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ വരുവാണെങ്കിൽ ചക്കക്കുരു ഉലർത്താം, പിന്നെ താള് പറിച്ചൊരു തോരൻ വെക്കാം, പിന്നെ പൊടിമീൻ വറക്കാം, മോരിരിപ്പുണ്ട്. അപ്പോൾ അത് അത്രയൊക്കെ മതി എന്ന് അവൾ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നാൽ ഏട്ടനെ വിളിച്ച് ചിക്കനൊക്കെ മേടിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ചിക്കൻ വേണ്ട, ചിക്കൻ കൂട്ടി ഞാൻ മടുത്ത്, ചിക്കനും മീനും വേണ്ട, എനിക്കിപ്പോൾ അതൊരു ചെകിടിപ്പ് പോലെയാണെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കും പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അബീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിതുപോലെ ചക്കുക്കുരു തിന്നാൻ കൊതി, പിന്നെ മാങ്ങ ചമ്മന്തി കൂട്ടാൻ കൊതി. അണ്ട് ഇവിടുന്ന് ഏട്ട എല്ലാം മേടിച്ച് പറക്കി എന്നെ കുത്തിയിരുത്തി തീറ്റിപ്പിക്കാൻ നോക്കി. എനിക്കതൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം, കഞ്ഞി കുടിക്കണം എന്നൊക്കെ ഉള്ളൊരു ത്വരയായിരുന്നു കേട്ടോ. അന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഓരോരോ തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ ആണല്ലോ. ഞാൻ എൻ്റെ 2 പിള്ളേരെയും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ ജ്യോതിയൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നുകൊണ്ട് തന്നെ അവരും വീട്ടിലുണ്ട്, അമ്മാളും വീട്ടിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോഴത്തേക്കിന് ഇതുപോലെ തലയിൽ മസാജ് ചെയ്ത് തരിക, കാല് തിരുമ്മി തരിക, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരിക. എനിക്കാണെങ്കിൽ എപ്പോഴും ഛർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഉപ്പിട്ട് നാരങ്ങ വെള്ളം, പഞ്ചസാര ഇട്ട് നാരങ്ങ വെള്ളം എല്ലാം തറയിൽ കിട്ടുമായിരുന്നു കേട്ടോ. അന്ന് 2 പേരും വീട്ടിലുണ്ടായിരുന്ന സമയമായതുകൊണ്ട്. കുഞ്ഞാപ്പീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പിന്നെ കോവിഡ് ടൈം ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമായിരുന്നു. ഞാൻ ഫുൾ ടൈം വീട്ടിലായിരുന്നു. ഫുഡ് കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഇഷ്ടപ്പെട്ടതൊക്കെ ഏട്ടൻ മേടിച്ചു കൊണ്ട് തരും, പിന്നെ അവിടെയുള്ളതൊക്കെ ഉണ്ടാക്കി പറക്കി എൻ്റെ മുന്നിൽ എത്തുമായിരുന്നു കേട്ടോ. ഇപ്പം ജ്യോതി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കിനും എനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയില്ല. നമ്മളിങ്ങനെ ജീവിത പ്രാരാബ്ദം കാരണം ഇങ്ങനെ ഓരോരോ ഓട്ടത്തിലായിപ്പോയി, ഒന്ന് ചെന്ന് അന്വേഷിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലായിരുന്നു കേട്ടോ. ഉമയും ഞാനും ഒക്കെ ആയിരുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ അടുത്തടുത്തൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും കാണാനും ഇഷ്ടപ്പെട്ടത് കഴിക്കാനും ഒക്കെ പറ്റി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരോ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ വന്ന് ചേരുന്നത്. അപ്പം അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ കുളിച്ചിട്ടാണ് അടുക്കളയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പരിപാടിയിൽ നമ്മൾ ഓടണ്ടല്ലോ, കുളിക്കാതെ മുരങ്ങിയിരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നേരത്തെ പണിയൊക്കെ ഒതുക്കുകയാണെങ്കിൽ അവർ വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പരിപാടിയും നേരത്തെ തീർത്ത് കാപ്പിയൊക്കെ നേരത്തെ ആക്കി, കപ്പയും വേവിച്ച് പൊടിമീനും വറുത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എന്നും കപ്പ
നമ്മൾ മുളകിട്ട് ഒതുക്കിയാണല്ലോ എടുക്കുന്നത്. ഇന്ന് ഞാൻ ചുമ്മാ കടുകൊക്കെ താളിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുളക് പൊടിയും കൂടെ മൂപ്പിച്ചിട്ട് അങ്ങനെ അതും റെഡിയാക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കപ്പയിൽ നിന്ന് മുളകൊക്കെ താളിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയത് കേട്ടോ. പക്ഷെ നന്നായിട്ട് കുഴച്ച് ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ചില ഭക്ഷണങ്ങൾ ഒരു വെറൈറ്റി പരീക്ഷിക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത ഒരാളാണ്. എൻ്റെ അനിയത്തിക്ക് നേരെ തിരിച്ചാണ്. അവൾക്ക് പല പല സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് നാടൻ ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് ഉണ്ട്. അത് തന്നെയല്ല, വേറെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കുകയും വേണം. ചിലർക്ക് ഇങ്ങനെ പനീർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. എനിക്ക് അങ്ങനത്തെ ഉള്ളൂ ഒന്നും ഇഷ്ടമല്ല. ഉണ്ടേലൊന്നും കഴിക്കത്തില്ല. പിന്നെ എനിക്കിത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയേ ഇല്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ, കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ ഓടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കപ്പയും മീനും ഒക്കെ റെഡിയാക്കി, കടിഞ്ചായ റെഡിയാക്കി. ഇനി നമ്മൾ കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കാപ്പി കുടിക്കുന്നതിന് മുന്നേ അരി അടുപ്പയിലേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്കിനും പതുക്കെ കിടന്ന് അവിടെ വെന്തോളൂല്ലോ. ഇനിയിപ്പോൾ ഒരു തോരനും കൂടെ ആയാൽ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ അവർ വരുമ്പോഴത്തേക്കിനും ഓർത്ത് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് എപ്പോഴത്തേക്കിന് എത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ പ്രോഗ്രാം ക്യാൻസലാക്കിയിട്ടുണ്ട്, വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു ചെറിയ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഒരു സ്കാനിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഓർക്കാണ്ടാണ് ചേച്ചി ഇന്ന് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അപ്പം നമ്മുടെ ഡേറ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വന്നില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ പണിയൊക്കെ തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഞാൻ തല്ലി അലച്ചൊന്നും ഉള്ളതുണ്ട് കേട്ടോ. എല്ലാം അടിച്ച് ക്ലീൻ ആക്കിയൊക്കെ വന്നപ്പോഴത്തേക്കിന് വെളുപ്പിന് ഏറ്റവും കൂടെ ആയതുകൊണ്ട് കുറച്ചൊന്ന് ഇതായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. എല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കുമല്ലോ. പിന്നെ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ എൻ്റെ പണിയെല്ലാം തീർത്തിട്ട് ഇനിയിപ്പോൾ അഭിനെ ഇരുത്തി പഠിപ്പിക്കാം കേട്ടോ. അബിക്ക് 13-ാം തീയതി മുതൽ ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ 4 സബ്ജക്റ്റൊക്കെ ഉണ്ട്. ഇതുവരെ ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യോടെ ഇന്ന് മുതൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിലും പതുക്കെ പിള്ളേർക്ക് വഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നതൊക്കെ കേട്ടോ. പക്ഷേ ഇവളുടെ ഈ കളിയും ചിരിയൊക്കെ ആയതുകൊണ്ട് പഠിത്തമൊന്നും നടക്കുന്നില്ലായിരുന്നു. എല്ലാം ഒരു വകയായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര മടിയാണ് ഇവിടെ വന്നേ പിന്നെ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും ഇരുത്തി പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സാമിന് പോട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഇന്നിപ്പോൾ അവർക്ക് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും LKG UKG പ്ലേ സ്കൂളിലെ പിള്ളേർക്ക് ചെല്ലണ്ടായിരുന്നു. അവരുടെ സ്കൂളിന് തൊട്ടടുത്താണ് നമുക്കൊരു കോൺവെൻ്റ് ഉള്ളത് കേട്ടോ. അവിടെ ഒരു സിസ്റ്റർ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നമ്മുടെ കുർബാനയല്ല, സംസ്കാരത്തിൻ്റെതായ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാരണം അവർക്കെല്ലാവർക്കും കുഞ്ഞു പിള്ളേർക്കെല്ലാം അവധി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവധിയും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കൂട്ടം കറിയും കൂടെ ഉണ്ടാക്കി കുറച്ച് തുണിയും കൂടെ അലക്കി പിഴിഞ്ഞൊക്കെ ഒന്ന് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങൾ പകലത്തെ കഴിയും. പിന്നെ പൂർണ്ണമായിട്ടങ്ങനെ കഴിയത്തില്ല. അങ്ങനെ രാവിലെ കുറച്ച് തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നൊന്ന് അലക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതെല്ലാം കൂടി കയ്യോടെ ഊരി പിഴിഞ്ഞെടുത്തു. പിന്നെ ഇപ്പോൾ കുളിച്ചപ്പോൾ പിള്ളേർ മാറിയ ഡ്രസ്സെല്ലാം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതായിട്ട് ഇനി വാഷിംഗ് മെഷീനകത്തോട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കല്ലിട്ടങ്ങ് അലക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തല്ലിക്കൊട്ടി എടുക്കുന്നുണ്ട്. വലിയ ചെളിയും പൊടിയൊന്നും ഇല്ല. ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ട് ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ ഏറ്റപ്പോഴത്തേക്കിന് അടുത്ത കുളിയുടെ സമയമായപ്പോഴത്തേക്കിനും അത് മാറി. ഇങ്ങനെയാണ് എനിക്കിവിടെ തുണി ഒരുപാടാകുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ കല്ലയിലിട്ട് പടപടാന്നൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വിളക്കൊക്കെ ഒന്ന് തേച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചെല്ലാം എടുത്ത് മാറ്റി വെച്ച് മിറ്റോടി പരിപാടിയൊക്കെ എൻ്റെ കുളിയുടെ മുന്നേ കഴിഞ്ഞായതുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വെള്ളം വീശിയതേ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തുണിയൊക്കെ കയ്യോടെ ഊരി പിഴിഞ്ഞെടുത്തു എല്ലാം. എന്നിട്ട് ഇനി കയ്യോടെ കൊണ്ടുപോയി വിരിക്കാനുള്ള പരിപാടിയിലാണ്. നിറച്ചും തുണി കിടപ്പുണ്ട്. ഈ തുണിയെല്ലാം പിന്നെ ആരുടെ ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ പകുതി തുണി നമ്മുടെയല്ല കേട്ടോ. ഞങ്ങൾ അവിടെ ഇവിടെയും അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീട്ടുകാരെല്ലാം കൂടി ഞങ്ങൾ വെയിലുള്ള പോലെ അപ്പുറം ഇപ്പുറമൊക്കെ അടയിലൊക്കെ ഇടും. ഞങ്ങൾ നല്ല സഹകരണമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് പല വീട്ടിലെ തുണികളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എൻ്റെ സാരിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബാക്കി നമ്മളിപ്പോൾ പിഴിഞ്ഞുകൊണ്ട് വന്നതും കുറച്ച് വിരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ വെയിലുള്ള ദിശയിലോട്ടൊക്കെ അടയൊക്കെ കഴിഞ്ഞ ദിവസം വലിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കാടും താഴയിലൊക്കെ ഇട്ട് ഞങ്ങൾ ഉണക്കി എടുക്കും. പിന്നെ തിരിച്ചും മറിച്ചും അപ്പം ചുടുന്ന പോലെ വെയിൽ വരുന്നതിനനുസരിച്ച് തുണിയെല്ലാം പറക്കി അപ്പുറം കൊണ്ടിടുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിടുക. അങ്ങനെയുള്ളതെല്ലാം നന്നായിട്ട് ഉണക്കിയെടുക്കും കേട്ടോ. നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലൊരു മരം
വെള്ളമുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് വെയിൽ കുറവാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് നല്ല വെയിലുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങണം എന്നുള്ളതും കട്ടിയുള്ളതൊക്കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടിടും. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റും തലേണക്കവിനും എല്ലാം വെയിലുള്ള ഏരിയയിലോട്ടിട്ട്, പിന്നെ അത്യാവശ്യം പെട്ടെന്ന് ഉണങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള തുണികളൊക്കെ തണലുള്ള ഏരിയയിലോട്ട് ഇട്ടു കേട്ടോ. പിന്നെ കുറേ തുണി ഉണങ്ങിയതൊക്കെ മുകളിലത്തെ കൊച്ച എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ബാക്കിയുള്ള തുണികളെല്ലാം വിരിച്ച് അങ്ങനെ അലക്കും കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു, കാപ്പിയും കഴിച്ച് ചോറും വെന്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു തോരനോട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കുടിവെള്ളം എടുക്കാനുണ്ട്. ഇപ്പം 2-3 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ കുടിവെള്ളം എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കിനും പച്ചയ്ക്ക് തന്നെ നമുക്ക് കുടിക്കാം, തിളപ്പിച്ചാറിക്കണം എന്നുള്ളതില്ല കേട്ടോ. നല്ല വെള്ളമാണ് അവിടെ നിന്ന്. പറഞ്ഞിട്ടില്ലേ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു ഫാമിലി ഉണ്ടെന്ന്. അപ്പോൾ അവർ അവിടെ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. എന്നോട് മിക്കപ്പോഴും പറയായിരുന്നു അവിടെ നിന്ന് വെള്ളം എടുക്കുക, നല്ല വെള്ളം, അതാകുമ്പോൾ തിളപ്പിച്ച് ആർച്ചിലേലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മിനിഞ്ഞാന്ന് മുതലാണ് എടുത്ത് തുടങ്ങിയത്. അപ്പം എന്നോട് അപ്പുറത്തെ അക്ക പറഞ്ഞ് ആ ടാങ്കിൽ കിടക്കുന്ന വെള്ളം അത്ര ഇതല്ല, ടാങ്കിയൊക്കെ കഴുകിയിട്ട് കുറച്ചായി, അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തുനിന്ന് വെള്ളം എടുത്തോളാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഞാൻ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇനി കുടിവെള്ളം കൂടി എടുക്കണം. പിന്നെ ഞാൻ 1-2 കുപ്പിക്കകത്തോടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ട് നമുക്ക് സ്ക്വാഷ് കലക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്നു. പിന്നെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് തൂത്തിട്ടു. പിന്നെ ഞാൻ ഓടിപ്പോയി താളും കണ്ടിച്ചുകൊണ്ട് വന്നിട്ട് തോരൻ വെക്കുകയാണ് കേട്ടോ. കുരുകുരാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. താളിൻ്റെ റെസിപ്പി നമ്മൾ ഇവിടെ വന്നേ പിന്നെ തന്നെ കുറേ തവണ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ചേന, ചേമ്പ്, കാച്ചിൽ, താളും കൂമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അലർജിയുള്ള എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇഷ്ടമുള്ള സാധനമായിട്ട് ഉണ്ടാക്കാനുള്ള ഇതുമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചൊറിയോന്ന് പേടിച്ചിട്ട് ഞാൻ ഒരു തരത്തിൽ ഇങ്ങനെ വിരലുറയെ മാത്രം മുട്ടുന്ന രീതിയിൽ പിടിച്ചാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തോലിങ്ങനെ പൊളിച്ചെടുക്കാത്ത കേട്ടോ. ഇതാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ കൈ പിടിച്ച് അരിയാൻ എളുപ്പമുണ്ടല്ലോ. തോല് പൊളിച്ചാൽ പ്രശ്നമാണ്, അതിൻ്റെ നീരിൻ്റെ കയ്യെ പറ്റും അരിയുന്ന സമയത്ത്. പിന്നെ എനിക്ക് ചൊറിഞ്ഞ് ഞാൻ ആശുപത്രി പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോല് കളയാറേ ഇല്ല. അങ്ങനെ പിന്നെ അത് ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞെടുത്തു. പിന്നെ തേങ്ങ ചിരകി ഉള്ളി മുളകും ഒക്കെ റെഡിയാക്കി കടുകൊക്കെ പൊട്ടിച്ച് അതെല്ലാം കൂടി ഇട്ട് മിക്സാക്കി ഒരു നുള്ളു ഉപ്പുകൂടി ഇട്ട് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട്. മൂടി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചെറിയ തീയിൽ 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ തോരൻ കറി റെഡിയാണ് കേട്ടോ. ചക്കക്കുരു പറ്റിക്കാന്ന് ഓർത്താണ് പിന്നെ ഞാനത് എടുത്ത് വെച്ച്. ഇനിയിപ്പോൾ ജ്യോതി വരുമ്പോഴത്തേക്കിനും പറ്റിച്ചാൽ മതിയല്ലോ, നമുക്ക് ഇത്രയൊക്കെ മതിയല്ലോ. അപ്പോൾ മീനുണ്ട്, താളിതോരനുണ്ട്, മോരുണ്ട്, അതൊക്കെ മതി. തൈര് ഞാൻ എടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. തൈര് പഞ്ചസാര ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പി. അപ്പോൾ ആളതൊക്കെ പകുതി എടുത്തുകൊണ്ട് തിണ്ണെ പോയിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒതുങ്ങി. ഇനിയിപ്പോൾ അഭിയായിട്ടുള്ള അംഗം കുറിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി പഠിത്തത്തിൻ്റെ പുറകെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.